ഡി ധനസുമോദിലേക്ക്. ധനസുമോദ് മധ്യവർഗത്തെ, കേരളത്തിലടക്കമുള്ള മധ്യവർഗത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു ബജറ്റാണിതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോഴും കേരളത്തിലെ പല മേഖലകളിലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റബ്ബർ ഉൾപ്പെടെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെ താങ്ങുവിലയിൽ പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള പരാമർശവും ഉണ്ടായിരുന്നില്ല എന്നത് നോക്കണം. പ്രവാസികൾക്കായിട്ടുള്ളൊരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടില്ല. ഒപ്പം തന്നെ കേരളം ഏറെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നതാണ് വയനാടിനായൊരു പ്രത്യേക പാക്കേജ് എന്നുള്ളത്. അതുപോലും ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ടും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശപ്പെടുത്തുന്ന, സമ്പൂർണ്ണമായ അവഗണന നേരിടുന്ന ഒരു ബജറ്റ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഇതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് മനുഷ്യ മൃഗ സംഘർഷവും ഒഴിവാക്കാൻ വേണ്ടി ഒരു 1000 കോടി രൂപയിലധികം തുക അനുവദിക്കണം എന്നുള്ളൊരു കാര്യം കേരളം ആവശ്യപ്പെട്ടിരുന്നു. കാരണം ഇപ്പോൾ കേരളത്തിൽ നിരന്തരം മനുഷ്യ മൃഗ സംഘർഷം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കടുവയും ആനയും മനുഷ്യനെ കൊല്ലുന്ന ഒരു വാർത്ത തന്നെയാണ് നിത്യേന എന്നോളം കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ തരത്തിലുള്ള ഒരു ആശ്വാസം പകരേണ്ടതുണ്ട്. നേരത്തെ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ചൂണ്ടിക്കാണിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് പലപ്പോഴും MC റോഡിൽ വരെ ആന ഇറങ്ങിയാണ്. കാര്യം ഈ സംസ്ഥാന തലത്തിൽ അതിന്റെ നിരക്ക് നോക്കിക്കഴിയുമ്പോൾ കാട് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം എന്ന രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് കാടും നാടുമായി ചേർന്ന് കിടക്കുന്നതുകൊണ്ടാണ് ഈ മൃഗങ്ങൾ എത്തുകയും മാത്രമല്ല ഈ തരത്തിലുള്ള മനുഷ്യരെ ഉപദ്രവിക്കുകയും മനുഷ്യരെ വളർത്തുമൃഗങ്ങളെ ഉപദ്രവിക്കുകയും അവരെ വളർത്തുമൃഗങ്ങളെ കൊന്നു തിന്നുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഒരു പ്രത്യേക പദ്ധതി രൂപീകരിക്കുകയും ഈ തരത്തിലുള്ള സംഘർഷം ലഘൂകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മാർഗം കേന്ദ്ര സർക്കാരിനോട് ഒരു 24 പദ്ധതിയിൽ ഉൾപ്പെടുത്തി തന്നെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ ആ തരത്തിലുള്ള ഒരു പദ്ധതിയും അനുവദിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് ബജറ്റ് പ്രസംഗത്തിൽ കണ്ണോടിച്ചാൽ തന്നെ മനസ്സിലാകും. മാത്രമല്ല ഈ നേരത്തെ മുണ്ടക്കൈ ദുരന്തം നടന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഈ അതിതീവ്ര ദുരന്തം എന്ന രീതിയിൽ പ്രഖ്യാപിക്കാൻ തന്നെ വലിയ തരത്തിലുള്ള ഒരു പോരാട്ടമാണ് കേരളത്തിൽ നടത്തേണ്ടി വന്നത്. മുഖ്യമന്ത്രി 2 തവണ പ്രധാനമന്ത്രിയെ കണ്ട് സംസാരിച്ചു. ഇതുകൂടാതെ ഈ കേരളത്തിലെ MP-മാർ ഇടത് വലത് വ്യത്യാസമില്ലാതെ പ്രിയങ്ക ഗാന്ധിയുടെ ഒപ്പം തന്നെയായിരുന്നു. എല്ലാ MP-മാരും ഒരുമിച്ച് അമിത്ഷായെ കാണുകയും തുക അനുവദിക്കണം എന്നുള്ളൊരു കാര്യം പറയുകയും ചെയ്തിരുന്നു. ആ സമയത്തെല്ലാം ഇത് പരിശോധിച്ചു വരുന്നു എന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഒരു മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊരു ഏത് തരത്തിലുള്ള ദുരന്തമാണെന്ന് നിർവചിക്കാൻ പോലും കേന്ദ്ര സർക്കാർ തയ്യാറായത്. ആ തരത്തിൽ നിർവചിച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയൊരു പുനരധിവാസം അവർക്ക് വളരെ വളരെ അടിയന്തരമായിട്ട് ചെയ്യേണ്ടതാണ്. പക്ഷെ ആ പുനരധിവാസത്തിനുള്ള തുക ഈ ബജറ്റിൽ മാറ്റിവെച്ചതായിട്ടൊരു ബജറ്റ് പ്രസംഗത്തിൽ ഇല്ല. മാത്രമല്ല സാധാരണ ഈ തരത്തിലുള്ള ഒരു ബജറ്റ് ഗ്രാന്റായി പ്രഖ്യാപിക്കണമെങ്കിൽ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾക്കാണ് ഈ ഗ്രാന്റ് കൊടുക്കുന്നത്. പക്ഷെ ഇതൊരു വൺ ടൈം എന്ന രീതിയിൽ പ്രഖ്യാപിക്കേണ്ടതായിരുന്നു. അതില്ലാത്തതുകൊണ്ട് വലിയ തരത്തിലുള്ള നിരാശയെന്നാണ് കേരളത്തിൽ നിന്നുള്ള MP-മാർ ഇപ്പോൾ നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. ശരി, എന്തായാലും കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ടുള്ള അവലോകനമാണ് ഡി ധനസുമോദ് നടത്തിയത്.